ആലങ്കാരിക പ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ മനുഷ്യന്മാർ ലോകത്തുണ്ട്. അവരാണ് അള്ളാഹുവിന് കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. അവർക്ക് ആലങ്കാരിക പ്രയോഗങ്ങൾ അറിയില്ല. കാലത്തിൻ്റെ കുളമ്പടി ശബ്ദം എന്ന് കേൾക്കുമ്പോൾ അവർ വിചാരിക്കുന്ന കാലത്തിനൊരു കാലുമുണ്ട്, അതിനൊരു കുളമ്പുമുണ്ട്, അതിനൊരു ശബ്ദമുണ്ട് എന്നാണ്. കാലത്തിൻ്റെ കുളമ്പടി ശബ്ദം എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കും. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ കൊമ്പ് കോർത്തു എന്ന് പറയുമ്പോൾ ഓല വിചാരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു കൊമ്പുണ്ട്, പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു കൊമ്പുണ്ട്, അത് രണ്ടും തമ്മിൽ ഇങ്ങനെ കോർത്ത് കണ്ടുന്നതാണ്. ഇതുപോലെയാണ് ചില ആലങ്കാരിക പ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് കടുത്ത തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. തെറ്റായ ധാരണകൾ വരാനുള്ള കാരണം ആലങ്കാരിക പ്രയോഗങ്ങളെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രയോഗങ്ങൾ, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രയോഗങ്ങൾ, അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുന്യാവ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിന് വേണ്ടിയുള്ള കൃഷിസ്ഥലമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആഖിറത്തിൽ പടച്ചവൻ്റെ അടുത്ത് വലിയ കൂലി കിട്ടാൻ വേണ്ടി കുറേ കൃഷി ചെയ്യുക, ഇവിടെ കുറേ തെങ്ങും തൈയും കവുമൊക്കെ വെക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ആ കൃഷി കൊണ്ട് ഉദ്ദേശിച്ചത് സൽക്കർമ്മങ്ങളാണ്, നല്ല അമലുകൾ ധാരാളം ചെയ്യാനുള്ള സ്ഥലമാണ് എന്നാണ്. അതർത്ഥപ്രകാരമാണ് ഷഹ്റു റജബിൻ ഷഹ്റു സറഈ, റജബ് മാസം കൃഷിയിറക്കുന്ന മാസമാണ്, വിത്തിടുന്ന മാസമാണ്. അതുപോലെ ഉള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ധാരാളം സൽക്കർമ്മങ്ങൾ തുടങ്ങേണ്ട സമയമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഷഹ്റു ശഅബാന ഷഹ്റു സഖീൽ സറഈ എന്ന് പറഞ്ഞു. ശഅബാൻ മാസം കൃഷിക്ക് നനക്കേണ്ട സമയമാണ് എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിൽ തുടങ്ങിയത് കൂടുതൽ വർദ്ധിപ്പിച്ച് വളർത്തേണ്ട സമയമാണ് ശഅബാൻ. അപ്പോൾ റജബിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധ ഖുർആനോത്ത് ധാരാളമായി ഓതാൻ തുടങ്ങണം. അതുപോലെ ദിക്റുകളും ഔറാദുകളും ഒക്കെ കൂടുതൽ ചൊല്ലാൻ വേണ്ടി നോക്കണം. സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കണം. ഈത്തിക്കാഫ് കൂടുതലിരിക്കാൻ വേണ്ടി നോക്കണം. അങ്ങനെ ഈ റജബിൽ തന്നെ നമ്മൾ സൽക്കർമ്മങ്ങൾ കൂടുതലായി ചെയ്യാൻ തുടക്കം കുറിക്കണം. ശഅബാനാകുമ്പോൾ അത് കൂടുതൽ കൂടുതൽ വളർത്തിയെടുക്കണം. വശഹ്റു റമളാന ശഹ്റു ഹസാദി സറഈ, കൃഷിയിൽ നിന്ന് വിളവെടുക്കുന്ന മാസമാണ് റമളാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന മാസമാണ് റമളാൻ മാസം. ഇതേപോലെ മഹാനവറുകൾ ഒരിക്കൽ പറഞ്ഞു, ഷഹ്റു റജബ് എന്ന് പറഞ്ഞാൽ അത് കാറ്റ് പോലെയാണ്. അതേ സമയത്ത് ശഅബാൻ എന്ന് പറഞ്ഞാൽ കാർമേഘം പോലെയാണെന്ന്. കാർമേഘത്തെ കാറ്റിങ്ങനെ തട്ടി തട്ടി കൊണ്ടുവന്നിട്ടാണ് അവസാനം മഴ പെയ്യുക. അതുകൊണ്ടാണ് മസലു റമളാന മസലുൽ മത്വരി. അതേ സമയത്ത് റമളാനിൻ്റെ ഉപമ അത് മഴ പോലെയാണ്, പിന്നെ ഇങ്ങനെ അള്ളാഹിൻ്റെ റഹ്മത്ത് ചൊരിക്കലാണ്. അപ്പോൾ ഈ റജബ് മാസത്തെ പ്രത്യേകം കണക്കിലെടുക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് ഈ റജബ് മാസം വന്നതിന് ശേഷവും നമ്മൾ പഴയ കാലം പോലെ ആകാൻ പാടില്ല. നമുക്ക് ദീനിയായ തഖ്വ വർദ്ധിക്കുക എന്നത് നമ്മിലെല്ലാവരിലും ഉണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ശഅബാനിലും റമളാനിലുമൊക്കെ വലിയ മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. ശഹ്റുൻ ഹറാമുൻ അതാ മിൻ ശുഹൂരിൻ ഹുറൂമി ഇദാ ഹദാ അല്ലാഹ ദാഇം ഫീഹി ലം യഖിബി. ഈ മാസം ഹറാമായ മാസമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ പവിത്രത എന്നാണ് അതിൻ്റെ അർത്ഥം. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായ പള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മാസം പവിത്ര മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. 12 മാസമുണ്ട്. അതിൽ അർബഅത്തുൻ ഹുറും 4 മാസം പവിത്ര മാസമാണ്. ആ പവിത്ര മാസത്തിൽ ഒന്നാണ് റജബ് മാസം. മറ്റു 2 മുഹറം ഒരു മാസമാണ്. അതുപോലെ തന്നെ ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം. അങ്ങനെ പവിത്ര മാസം 4 മാസമാണ്. കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ മുഹറം,
കൊല്ലത്തിൻ്റെ അവസാനത്തിൽ ദുൽഖഅദ്, ദുൽഹജ്ജ് 2 മാസം, മധ്യത്തിൽ റജബും. അവസാനമാണല്ലോ കൂടുതൽ നന്നാണ്ട്. അവസാനം നന്നാലാണല്ലോ ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ടാണ് അവസാനം 2 മാസം പവിത്രമാസം അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. ഏതായിരുന്നാലും പവിത്രമാസമാണ് റജബ് മാസം. ആ പവിത്രമാസത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം തരാതിരിക്കില്ല. طوبى لعبد زكى فيه له عمل ففيه عن الفحشاء والريب. അതുകൊണ്ട് തന്നെ ആ റജബ് മാസത്തിൽ തെറ്റായ പ്രവർത്തനങ്ങൾ, അതുപോലെ മോശമായ കാര്യങ്ങൾ ഒന്നും ചെയ്തു പോകാതെ ഈ മഹത്തായ മാസത്തെ നാം സ്വീകരിക്കുകയും ആ മാസത്തിൽ ധാരാളമായി നമ്മൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് ഏടുകളിൽ വളരെ ഹൈറായത് പിടിപ്പിക്കുകയും വേണം. ബയ്യിൽ സഹീഫതക ഉസ്സൗദാ ഫീ റജബി ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. നമ്മുടെ ഏടിനെ നന്നാക്കണം. അത് വെളുപ്പിക്കാനുള്ള സമയമാണിത്. കറുത്തുപോയ അഥവാ ധാരാളം തെറ്റുകൾ വന്നുപോയ നമ്മുടെ ജീവിതം അതിൽ നിന്ന് മാറി അള്ളാഹുവിനോട് തൗബ ചെയ്ത് വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു മാസമാണ് ഈ മാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന അള്ളാഹു പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ.